ഹലോ ഫ്രണ്ട്സ്, കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 13. രചന ദിവ്യ ജി കെ. അവതരണം നിള. എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് ഒരു നഷ്ടമായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആശേ? നിറഞ്ഞ കണ്ണുകളോടവൾ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി വായ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പ്രവിയേട്ടൻ എന്റെ ഭാഗ്യമാണ്. എത്രയൊക്കെ നമ്മൾ തമ്മിൽ വഴക്കുകൂടിയാലും മറ്റാരുടെ മുന്നിലും എന്നെ വിട്ടുകൊടുക്കാതെ ചേർത്തു പിടിക്കുന്നില്ലേ, എനിക്ക് അതുമാത്രം മതി. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇവിടെ വന്നിട്ട് വെറുതെ എന്തിനാണ് വഴക്കുകൂടി പോകുന്നത്? ഞാൻ ചെല്ലാത്തതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. കുറച്ച് സഹായിച്ചു കൊടുത്തിട്ട് ചോറും കഴിച്ച് നമുക്കിറങ്ങാം. അത് വേണ്ടാശേ, അമ്മയും ചേച്ചിയും ഇനിയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടുവരും. വെറുതെ എന്തിനാണ് നല്ലൊരു ദിവസമായിട്ട് നീ സങ്കടപ്പെടാൻ പോകുന്നത്? ഇവിടെ നിന്ന് പിണങ്ങിപ്പോയാൽ പ്രവിയേട്ടനും ഒരുപാട് സങ്കടമാവില്ലേ? ഇരു കവിളിലും പൊതിനു പിടിച്ച് നിറ കണ്ണിൽ നോക്കി ചോദിക്കുന്നത് കേട്ടതും രവി മുഖം കുനിച്ചു. അവന്റെ സങ്കടം മനസ്സിലാക്കി ആശ പറഞ്ഞു, എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും സംസാരം കേട്ടാൽ കൂടുതൽ സങ്കടമൊന്നും വരില്ല. വർഷങ്ങൾ കൊണ്ട് അവരുടെ കുത്തുവാക്കുകൾ കേട്ട് എന്റെ ചെവി തഴമ്പിച്ചതാണ്. ഇപ്പോൾ പറയുന്നതൊക്കെ നിസ്സാരം പോലെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയും. എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പ്രവിയേട്ടനുള്ളപ്പോൾ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അവന്റെ താടിയിൽ നുള്ളി പറഞ്ഞിട്ട് നൈറ്റിയും എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ പോയവളെ തടഞ്ഞു പ്രവീൺ പറഞ്ഞു, സാരി മാറണ്ട, അതിനു മുകളിൽ കൂടി നൈറ്റി ഇട്ടാൽ മതി. പാത്രം കഴുകാനും ഒരുപാട് ജോലി ചെയ്യാനൊന്നും നിൽക്കണ്ട. തട്ടിയും മുട്ടിയും നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചു നമുക്ക് പോകാം. നീ പറഞ്ഞതുപോലെ ആഹാരം കഴിക്കാതെ ഇറങ്ങിയാൽ ഒരുപാട് പേരോട് സമാധാനം പറയേണ്ടി വരും. ഇതാകുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്കങ്ങ് പോകാം. അവന്റെ മനസ്സിലെ സന്തോഷം മുഖത്ത് തെളിഞ്ഞു കാണാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സാരിക്ക് മുകളിലൂടെ നൈറ്റിയിട്ട് അവൾ കിച്ചണിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു, ഇവിടെ നിന്ന് കഴിക്കാതെ ഇറങ്ങിപ്പോയാൽ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കൊട്ട മുഖമിറക്കി വീട്ടിലെ ഉത്സവം കുളമാക്കി തരും. സന്തോഷകരമായ കുടുംബജീവിതത്തിന് വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണ്. അവർ അമ്മയും സഹോദരങ്ങളും എത്ര വഴക്കുകൂടിയാലും കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം മറന്ന് ഒന്നായിരിക്കുന്നത് കാണാം. നമ്മളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ എത്ര വർഷം കഴിഞ്ഞാലും പിന്നത് മറക്കില്ല. ചുമ്മാ ചുമ്മാ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഉഫ്. ശ്വാസം ഊതിവിട്ട് അടുക്കളയിലേക്ക് ചെന്നതും അനുവിന്റെ അമ്മായിയമ്മ പറഞ്ഞു, മോൾ വന്നിട്ട് കാണാത്തത് എന്തെന്ന് അമ്മ അനുവിനോട് ചോദിച്ചിരുന്നു. അവൾ മോൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ തലവേദന കുറവുണ്ടോ? യാത്ര ചെയ്തതിന്റെ ക്ഷീണത്തിൽ വന്ന തലവേദനയാണ്. കുറച്ചു സമയം ഇരുന്നപ്പോൾ അത് മാറി. അതും പറഞ്ഞ് ആശ സിങ്കിലിരിക്കുന്ന പാത്രം കഴുകാൻ പോയതും അനുവിന്റെ അനിയന്റെ ഭാര്യ പറഞ്ഞു, ചേച്ചി അതൊന്നും ചെയ്യേണ്ട, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, ഈ തേങ്ങ ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ചെയ്തോളാം. മനസ്സ് നിറഞ്ഞ ചിരിയോടെ ആശ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീജെ, ഞാൻ ഓക്കെയാണ്. മോളുടെ വീട്ടിലും പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. ഞങ്ങൾ ഇന്നലെ വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. ഇവിടെ മലമറിക്കുന്ന പണിയുമില്ല. മോൾ ഇവിടെ വന്നിരുന്ന വിശേഷങ്ങളൊക്കെ പറയൂ. എന്നും മോള് വീട്ടിൽ ജോലിയല്ലേ ചെയ്യുന്നത്, എന്നിട്ട് ജോലിക്കും പോണം. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചു സമയം എല്ലാവരുമായി സന്തോഷത്തോടെ കാര്യം പറഞ്ഞ് റെസ്റ്റ് എടുക്കണം. അനുവിന്റെ അമ്മായിയമ്മ അവളുടെ കയ്യിലിരുന്ന പാത്രം വാങ്ങി സിങ്കിൽ തന്നെ വെച്ചിട്ട് അവളെ പിടിച്ച് കസാരയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അവരെ നോക്കിയപ്പോൾ അറിയാതെ അവളുടെ കണ്ണു നിറഞ്ഞു. ഇതുപോലെ പ്രവീണിന്റെ അമ്മ പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറില്ലായിരുന്നു. ഇത്രയും നല്ലൊരു അമ്മയെ കളഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ വന്നു നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അമ്മയും മോളും അടുക്കളയുടെ പരിസരത്തില്ല. വിരുന്നു വന്നവരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. മനസ്സ് തുറന്ന് അവരോട് ഒരുപാട് സമയം കാര്യം പറഞ്ഞിരുന്നപ്പോൾ അതുവരെയുള്ള സങ്കടങ്ങളൊക്കെ അവൾ മറന്നുപോയി. പത്മാവതിയും അനുവും കൂടി അടുക്കളയിലേക്ക് വന്നപ്പോൾ കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരെയാണ് കണ്ടത്. അമ്മയും മകളും മുഖത്തോട് മുഖം നോക്കി കാലുഷ്യം അടക്കി പിടിച്ച് ഒരു ചിരി ഫിറ്റ് ചെയ്ത് എല്ലാവരോടുമായി പറഞ്ഞു, കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. ആഹാരമൊക്കെ കാലമായില്ലേ, നമുക്ക് വിളമ്പിയാലോ? അതിനെന്താ പത്മം, എല്ലാം റെഡിയായി, നമുക്ക് വിളമ്പാം. ആശയ്ക്കും പ്രവീണിനും അവളുടെ വീട്ടിലും പോകേണ്ടതല്ലേ, ഒട്ടും സമയം കളയണ്ട. അനുവിന്റെ അമ്മായിയമ്മയുടെ സംസാരം പത്മാവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ചിരിയോടെ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് ബാനു. ആശയുടെ വീട്ടിലുള്ളവർ കാത്തിരിക്കുകയല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ വിളമ്പാം. ഇനിയിപ്പോൾ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ പിന്നെ നിന്ന് തിരിയാൻ സമയം കിട്ടില്ല.
നമ്മളൊക്കെ കഴിച്ചു മാറിയാൽ അവർക്ക് സമാധാനമായി വിളമ്പിക്കൊടുക്കാമല്ലോ. ഓരോ പാത്രങ്ങളും എടുത്ത് അവർ ഡൈനിങ് ടേബിളിലേക്ക് പോയി. തറയിൽ പായ വിരിച്ച് വാഴയില എല്ലാവർക്കും നിരത്തി അവർ വിളമ്പാൻ തുടങ്ങി. മകൻ ഇരിക്കുന്ന ഇലയിൽ മാത്രം എന്ത് ആഹാരം വെച്ചാലും കുറച്ച് കൂടുതൽ വെക്കാൻ പത്മാവതി ശ്രമിച്ചിരുന്നു. ഈ പന്തിഭക്ഷണം ആർക്കും മനസ്സിലാകില്ലെന്ന് അവർ കരുതുമെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ രീതികളിൽ പതിയും. എല്ലാം വിളമ്പിക്കഴിഞ്ഞതും പത്മാവതി അവരുടെ ഇലയിൽ നിന്ന് ഒരു പിടി ചോറ് ഉരുട്ടിയെടുത്ത് പ്രവീണിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ടാണ് ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. മോനും ഒരു ഉരുള ഉരുട്ടി അമ്മയുടെ വായിൽ വെച്ചു കൊടുത്തു. അച്ഛന്റെയും അമ്മയുടെയും നടുക്കിരുന്ന് മറ്റാരെയും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന പ്രവീണിനെ ആശ അരിശത്തോടെ ഒന്ന് നോക്കി. കഴിക്കുന്നതിനിടയിൽ തന്നെ പൊരിച്ച മീനും ചിക്കൻ കറിയുമൊക്കെ മകന്റെ പാത്രത്തിൽ പിന്നെയും പിന്നെയും ഒഴിക്കുന്ന പത്മാവതിയെ അനുവിന്റെ ഭർത്താവ് ധനേഷ് ഒന്ന് നോക്കിയിട്ട് അനുവിനെ കണ്ണു കാണിച്ചു. ആ നോട്ടത്തിന്റെ അർത്ഥം നിന്നെ അമ്മയ്ക്ക് വേണ്ട, മകനെ മാത്രം മതിയെന്ന ധ്വനിയാണെന്ന് മനസ്സിലായിട്ടും അവൾ പുച്ഛത്തോടെ മുഖം കൂട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് അമ്മയും മോനും ചേച്ചിയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കേട്ടുകൊണ്ട് ആശ ഈർഷ്യയോടെ മുറിക്കകത്ത് വിരൽ ചെവിയിൽ കുത്തി തിരികിയിരുന്നു. അവരുടെ ലോകത്ത് അവർ മാത്രമേയുള്ളൂ, നമുക്കാർക്കും സ്ഥാനമില്ല. അതാണ് ആശയിൽ അത്രയും ഈർഷ്യ ജനിപ്പിക്കുന്നത്. 3 മണിയായിട്ടും വീട്ടിൽ പോകാതെ വരുന്നവരെ സ്വീകരിച്ചും കാര്യം പറഞ്ഞും ഇരിക്കുന്ന പ്രവീണിനെ നോക്കിയിട്ട് അവൾ മുറിയിൽ വന്നിരുന്നു വേദനയോടെ ചിന്തിച്ചു. ഏത് സമയത്താണോ എന്തോ ഈ കാലനെ ഞാൻ കണ്ടുമുട്ടിയത്. സ്നേഹം തോന്നുന്ന അതേ നിമിഷം തന്നെ അതിനേക്കാൾ ഇരട്ടി ദേഷ്യം തോന്നിപ്പിക്കും. എന്റെ കഷ്ടകാലത്തിനാണ് ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. ധനേഷേട്ടന്റെ സ്വഭാവമുള്ള ഒരു ചെറുക്കനായിരുന്നെങ്കിൽ എന്തു സന്തോഷമായി ജീവിക്കാമായിരുന്നു. എല്ലാം തികഞ്ഞ് എല്ലാവർക്കും കൊടുത്താൽ വല്ലാത്ത അഹങ്കാരമായി പോകും. അതുകൊണ്ടായിരിക്കും എനിക്ക് പ്രവീണിനെ കിട്ടിയത്. ദേഷ്യം കുമിഞ്ഞുകൂടി അവളുടെ മനസ്സ് പലതും ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. 4 മണി കഴിഞ്ഞിട്ടും പ്രവീണിന്റെ യാതൊരു അനക്കവും കണ്ടില്ല. കുട്ടികൾ മൊബൈലുമായി റൂമിൽ തന്നെ ഗെയിം കളിച്ചിരിക്കുന്നത് നോക്കിയിട്ട് ആശ ദേഷ്യത്തോടെ പറഞ്ഞു, അമ്മൂനും അക്കൂനും ഇതുവരെ മൊബൈൽ താഴെ വെക്കാറായില്ലേ? എത്ര സമയമായി അതിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്? മൊബൈൽ താഴ്ത്തിവെച്ച് പരിഭവത്തോടെ അക്കു ചോദിച്ചു. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? വീണയുമായി കൂട്ടുകൂടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ആ പെണ്ണിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അച്ഛൻ അമ്മമ്മ വീട്ടിൽ പോകാൻ വരാത്തതിന് അമ്മ എന്തിനാണ് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? അച്ഛനോട് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മൊബൈലിൽ തോണ്ടി ഇരിക്കുമായിരുന്നോ? ആമിയും അരവിന്ദുമായി കളിക്കുമായിരുന്നല്ലോ. കുഞ്ഞിനോട് പറയാൻ മറുപടിയില്ലാതെ ആശ തലകുനിച്ചിരുന്നപ്പോൾ ഭാനുമ്മ അവളെ ചായ കുടിക്കാൻ വിളിക്കാൻ വന്നു. നിങ്ങൾ 3 പേരും ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അവിടെ ചായ കുടിക്കാൻ നിങ്ങളെ തിരക്കുന്നുണ്ട്. ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ പോയതാണ്. വിളർച്ചയും സങ്കടവും മറച്ചുവെച്ച് ചിരിച്ചുകൊണ്ട് ആശ പറഞ്ഞു. അവളുടെ സങ്കടം മുഖത്തു നോക്കിയപ്പോഴേ അവർ വായിച്ചെടുത്തു. പക്ഷേ ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ അവളെ അവളുടെ വഴിക്ക് വിട്ടുകൊണ്ട് ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. ആശയ്ക്കും അവർ ഒന്നും ചോദിക്കാതിരുന്നത് വലിയ അനുഗ്രഹമായി തോന്നി. ചില സമയത്ത് സ്നേഹത്തോടെയുള്ള ചോദ്യങ്ങളായാൽ പോലും നമ്മളെ വല്ലാതെ വീർപ്പുമുട്ടിക്കും. ഭാനു അമ്മയോട് അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ചായ കുടിക്കാൻ ഇരുന്നപ്പോൾ അനുവിന്റെ മുഖത്ത് കണ്ട പുച്ഛഭാവം ആശയെ കൂടുതൽ വേദനിപ്പിച്ചു. അച്ഛന്റെ അനിയ ചേട്ടന്മാരുടെ മക്കളും അവരുടെ കുടുംബവും അമ്മയുടെ കുടുംബത്തിലുള്ളവരുമായി ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കടം കടിച്ചുപിടിച്ച് പുഞ്ചിരിയുടെ ആവരണമണിഞ്ഞ് അവൾ നല്ലൊരു കുടുംബിനിയായി നിന്നു. എല്ലാവരോടും കാര്യം പറയുന്നതിനിടയിൽ അവരുടെ മുന്നിൽ വെച്ച് പ്രവീൺ ആശയോട് ചോദിച്ചു, ആശേ, നമുക്കെല്ലാരുമായി ഉത്സവത്തിന് പോയിട്ട് അവിടെ നിന്ന് നിന്റെ വീട്ടിൽ പോകാം. ഇന്ന് രാത്രി അവിടെ കിടന്നിട്ട് നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. അങ്ങനെ മതിയല്ലോ അല്ലേ? പ്രവീണിനെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം മനസ്സിലമർത്തിക്കൊണ്ട് നറുപുഞ്ചിരിയോടെ ആശ പറഞ്ഞു. അത് മതി പ്രവിയേട്ടാ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ എങ്ങനെയാണ് എന്റെ വീട്ടിലോട്ട് പോകുന്നത്? എന്റെ വീട്ടിലാകുമ്പോൾ അധികം ആരുമില്ലല്ലോ. വീട്ടിലുള്ളവർ മാത്രമല്ലേ കാണുകയുള്ളൂ. വിരുന്നുകാരായി ചെല്ലുന്നത് നമ്മൾ മാത്രമാണല്ലോ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞതിന്റെ കുത്തൽ മനസ്സിലായിട്ടും അത് ശ്രദ്ധിക്കാതെ അമ്മയുടെ നെഞ്ചിൽ ചാരി കിടന്ന് മറ്റുള്ളവരുമായി കാര്യം പറയുന്ന തിരക്കിലായി. 6 മണി കഴിഞ്ഞ് ഉത്സവത്തിന് പോകാൻ ഒരുങ്ങിയപ്പോഴും ആശ പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കും തോറും അവൾക്ക് സങ്കടം അധികരിച്ചു. നിങ്ങളെ എല്ലാവരെയും കാത്ത് ഞങ്ങളെല്ലാവരും 4:30 വരെ ആഹാരം കഴിക്കാതെ ഇരുന്നു. വരുത്തില്ലെങ്കിലൊന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ?
അമ്മയുടെ വേദനയോടുള്ള ചോദ്യം പ്രവീണിനോടുള്ള ദേഷ്യം കൂട്ടാൻ കാരണമായി. എല്ലാവരും അവരവരുടെ കാറുകളിലാണ് ഉത്സവപ്പറമ്പിലെത്തിയത്. ആളൊഴിഞ്ഞ അയ്യത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കെട്ടുകാഴ്ച വരുന്ന സ്ഥലത്തേക്ക് പോയി നിന്നു. ഉത്സവം നടക്കുന്ന അമ്പലത്തിലെത്താൻ പ്രവീണിന്റെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരമുണ്ട്. ആശയുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരം നടന്നാൽ അമ്പലത്തിലെത്തും. ആശയുടെ കണ്ണുകൾ വീട്ടിൽ എല്ലാവരും എപ്പോഴും ഉത്സവത്തിന് വന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു. അമ്മയും നിഷയും നിൽക്കുന്ന കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ കൈയും പിടിച്ച് അവരുടെ അടുത്തേക്ക് പോയി. അവൾ പോകുന്നത് കണ്ട് അങ്ങോട്ട് നോക്കിയ പത്മാവതി അമലയും നിഷയും നിൽക്കുന്നത് കണ്ട് പല്ല് കടിച്ചു പിടിച്ചു. അന്നത്തെ വഴക്കിന് ശേഷം ഇന്ന് വരെ രണ്ടു കൂട്ടരും പരസ്പരം മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികളെ വിളിക്കാൻ പോലും ആശയുടെ സഹോദരനായ അച്ചു അങ്ങോട്ട് ചെല്ലാതിരുന്നത്. ആശയെ അടുത്ത് കണ്ടതും അമല കവിളിൽ തടവിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, എന്റെ മോളങ്ങ് വല്ലാതെ മോശമായി. നിനക്ക് നല്ല രീതിയിൽ ആഹാരം കഴിച്ചുകൂടെ? ദാ നോക്ക്, കഴുത്തിന്റെ അടുത്ത് എല്ലൊക്കെ തെളിഞ്ഞു വരുന്നു. ഈ അമ്മയ്ക്ക് എന്നെ കണ്ടാൽ എപ്പോഴും ഇത് പറയലാണല്ലോ. ഞാനിപ്പോൾ കുറച്ച് തടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അമ്മ എന്നെ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ എന്തോ പറഞ്ഞേനെ. അമ്മയുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ മനസ്സു നിറച്ചെങ്കിലും ചിരിയോടെ അവരുടെ കൈകളിൽ തടവി എതിർക്കുമ്പോൾ ആശ പതിയെ കൊച്ചുകുട്ടിയായിരുന്നു. കുട്ടികൾ ജീവൻ വീണതുപോലെ അവർ 4 പേരുമായി കളിക്കാനും കാര്യം പറയാനും തുടങ്ങി. നിഷേ, എന്നോട് ദേഷ്യമുണ്ടോടി? അവളെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ ചോദിച്ചു. വീടിന്റെ തൊട്ടടുത്തുള്ള കളിക്കൂട്ടുകാരിയായിരുന്നു നിഷ. അച്ഛൻ അവൾ ജനിച്ചപ്പോഴും അമ്മ അവൾക്ക് 13 വയസ്സുള്ളപ്പോഴും മരിച്ചുപോയി. അമ്മമ്മയുടെ തണലിലായിരുന്നു നിഷ ജീവിച്ചത്. അവൾക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ അച്ചുവിന് 20 വയസ്സായിരുന്നു. അമ്മുമ്മയ്ക്ക് സുഖമില്ലാത്തത് കാരണം അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതി തന്നേക്കാൾ 1 വയസ്സിന് ഇളയ അനിയൻ അവളെ അന്ന് കല്യാണം കഴിക്കുകയായിരുന്നു. അന്നു തൊട്ട് അനിയന്റെ ഭാര്യയായല്ല, കൂടപ്പിറപ്പായാണ് അവളെ കാണുന്നത്. ആ സ്നേഹം എപ്പോഴും ആശയ്ക്കും നിഷയ്ക്കും പരസ്പരമുണ്ട്. എനിക്കെന്തിനാണ് ആശയെ നിന്നോട് ദേഷ്യം? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ പ്രവീൺ വന്ന് അവരോടൊക്കെ സംസാരിച്ചിട്ട് ആശയുടെ ചെവിയിൽ പതിയെ ചോദിച്ചു, നീ എന്താണ് അവരുടെ അടുത്ത് നിന്നും പെട്ടെന്ന് ഓടിപ്പോരുന്നത്? എല്ലാവരും എന്തു വിചാരിക്കും? കുറച്ചു സമയം കൂടി അവരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ? കണ്ണിൽ തീക്കനലുമായി പ്രവീണിനെ ആശ രൂക്ഷമായൊരു നോട്ടം നോക്കി. പുകഞ്ഞു കത്തുന്ന അഗ്നിപർവ്വതം പോലെ ആശയുടെയും പ്രവീണിന്റെയും മനസ്സ് തിളച്ചു മറിഞ്ഞു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.